ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സഭാപ്രസംഗകൻ്റെ 4-ാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീണ്ടും ഞാൻ സൂര്യനെ കീഴിലുള്ള എല്ലാ എന്തും വീക്ഷിച്ചു. ഓപ്ഷൻ എ അടിമത്തം, ഓപ്ഷൻ ബി മർദ്ദനങ്ങൾ, ഓപ്ഷൻ സി പീഡകൾ, ഓപ്ഷൻ ഡി വ്യതകൾ. ഉത്തരം ഓപ്ഷൻ ബി മർദ്ദനങ്ങൾ. ആരുടെ കണ്ണീര് ഞാൻ കണ്ടു? ഓപ്ഷൻ എ മർദ്ദിതരുടെ, ഓപ്ഷൻ ബി പീഡിതരുടെ, ഓപ്ഷൻ സി ദുഃഖിതരുടെ, ഓപ്ഷൻ ഡി ക്ലേശിതരുടെ. ഉത്തരം ഓപ്ഷൻ എ മർദ്ദിതരുടെ. അവരെ ആശ്വസിപ്പിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ആരെ? ഓപ്ഷൻ എ മർദ്ദിതരെ, ഓപ്ഷൻ ബി പീഡിതരെ, ഓപ്ഷൻ സി ദുഃഖിതരെ, ഓപ്ഷൻ ഡി ക്ലേശിതരെ. ഉത്തരം ഓപ്ഷൻ എ മർദ്ദിതരെ. ഡാഷ് മർദ്ദകർക്കായിരുന്നു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ബുദ്ധി, ഓപ്ഷൻ ബി ശക്തി, ഓപ്ഷൻ സി ഫലം, ഓപ്ഷൻ ഡി ആരോഗ്യം. ഉത്തരം ഓപ്ഷൻ ബി ശക്തി. ആരും എന്ത് ചെയ്യാൻ ഉണ്ടായില്ല. ഓപ്ഷൻ എ സമാധാനിപ്പിക്കാൻ, ഓപ്ഷൻ ബി ബുദ്ധിമുട്ടിപ്പിക്കാൻ, ഓപ്ഷൻ സി പ്രതികാരം, ഓപ്ഷൻ ഡി ആശ്വസിപ്പിക്കാൻ. ഉത്തരം ഓപ്ഷൻ സി പ്രതികാരം. ജീവിച്ചിരിക്കുന്നവരേക്കാൾ ഭാഗ്യവാന്മാരാണ് ആരെന്ന് ഞാൻ വിചാരിച്ചു. ഓപ്ഷൻ എ ജനിക്കാനിരിക്കുന്നവർ, ഓപ്ഷൻ ബി ജനിച്ചവർ, ഓപ്ഷൻ സി മരിക്കാനിരിക്കുന്നവർ, ഓപ്ഷൻ ഡി മരിച്ചുപോയവർ. ഉത്തരം ഓപ്ഷൻ ഡി മരിച്ചുപോയവർ. ഈ കൂട്ടരെക്കാൾ, അതായത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും, ഈ കൂട്ടരെക്കാൾ ഭാഗ്യവാന്മാർ ഇനിയും ഡാഷ് സൂര്യന് കീഴെ നടക്കുന്ന ഡാഷ് കണ്ടിട്ടില്ലാത്തവരുമാണ്. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ജനിച്ചിട്ടില്ലാത്തവരും തിന്മകൾ, ഓപ്ഷൻ ബി ജനിച്ചിട്ടുള്ളവരും പാപങ്ങൾ, ഓപ്ഷൻ സി ജനിച്ചിട്ടുള്ളവരും തിന്മകൾ, ഓപ്ഷൻ ഡി മരണാസന്നരും തിന്മകൾ. ഉത്തരം ഓപ്ഷൻ എ ജനിച്ചിട്ടില്ലാത്തവരും തിന്മകൾ. മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണ് എന്ന് ഞാൻ ഗ്രഹിച്ചു. എന്തെല്ലാം? ഓപ്ഷൻ എ എല്ലാ പരിശ്രമങ്ങളും എല്ലാ കരവിരുതും, ഓപ്ഷൻ ബി എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും, ഓപ്ഷൻ സി കഠിനാധ്വാനവും എല്ലാ കരവിരുതും, ഓപ്ഷൻ ഡി എല്ലാ ജോലികളും എല്ലാ അറിവും. ഉത്തരം ഓപ്ഷൻ ബി എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും. ഇതും മിഥ്യയും ഡാഷും ആണ്. ഓപ്ഷൻ എ പാഴ്വേലയും, ഓപ്ഷൻ ബി വ്യർത്ഥവും, ഓപ്ഷൻ സി നിരർത്ഥകവും, ഓപ്ഷൻ ഡി ശൂന്യവും. ഉത്തരം ഓപ്ഷൻ എ പാഴ്വേലയും. കയ്യും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നത് ആര്? ഓപ്ഷൻ എ വിഡ്ഢി, ഓപ്ഷൻ ബി അറിവില്ലാത്തവൻ, ഓപ്ഷൻ സി ബുദ്ധി ക്ഷയിച്ചവൻ, ഓപ്ഷൻ ഡി ഭോഷൻ. ഉത്തരം ഓപ്ഷൻ ഡി ഭോഷൻ. എന്താണ് ഇരു കൈകളും നിറയെ ഉള്ള അധ്വാനത്തേക്കാൾ ഉത്തമം? ഓപ്ഷൻ എ സ്വസ്ഥത, ഓപ്ഷൻ ബി സമാധാനം, ഓപ്ഷൻ സി ഒരു പിടി സ്വസ്ഥത, ഓപ്ഷൻ ഡി ഒരു പിടി സമാധാനം. ഉത്തരം ഓപ്ഷൻ സി ഒരു പിടി സ്വസ്ഥത. സൂര്യന് കീഴിൽ വീണ്ടും ഞാൻ എന്ത് കണ്ടു? ഓപ്ഷൻ എ മിഥ്യ, ഓപ്ഷൻ ബി ശൂന്യത, ഓപ്ഷൻ സി അശാന്തി, ഓപ്ഷൻ ഡി ഭിന്നത. ഉത്തരം ഓപ്ഷൻ എ മിഥ്യ. പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും എന്തിന് അറുതിയില്ല? ഓപ്ഷൻ എ പരിശ്രമത്തിന്, ഓപ്ഷൻ ബി കഠിനാധ്വാനത്തിന്, ഓപ്ഷൻ സി അധ്വാനത്തിന്, ഓപ്ഷൻ ഡി ജോലികൾക്ക്. ഉത്തരം ഓപ്ഷൻ സി അധ്വാനത്തിന്. എന്ത് എത്രയായാലും അവന് മതി വരുന്നില്ല? ഓപ്ഷൻ എ സമ്പത്ത്, ഓപ്ഷൻ ബി ധനം, ഓപ്ഷൻ സി പണം, ഓപ്ഷൻ ഡി മഹിമ. ഉത്തരം ഓപ്ഷൻ ബി ധനം. ആർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുകയും എന്തുപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല? ഓപ്ഷൻ എ സന്തോഷങ്ങൾ, ഓപ്ഷൻ ബി ആഹ്ലാദം, ഓപ്ഷൻ സി ആനന്ദം, ഓപ്ഷൻ ഡി സംതൃപ്തി. ഉത്തരം ഓപ്ഷൻ എ സന്തോഷങ്ങൾ. ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല? ഇതും മിഥ്യയും ഡാഷും ആണ്. ഓപ്ഷൻ എ വ്യർത്ഥവും, ഓപ്ഷൻ ബി നിരർത്ഥകവും, ഓപ്ഷൻ സി പാഴ്വേലയും, ഓപ്ഷൻ ഡി പരിതാപകരവും. ഉത്തരം ഓപ്ഷൻ ഡി പരിതാപകരവും ആണ്. ആരാണ് ഒരാളെക്കാൾ മെച്ചം? ഓപ്ഷൻ എ കുറേ പേർ, ഓപ്ഷൻ ബി 2 പേർ, ഓപ്ഷൻ സി 5-6 ആളുകൾ, ഓപ്ഷൻ ഡി കുറച്ചു പേർ. ഉത്തരം ഓപ്ഷൻ ബി 2 പേർ. 2 പേർ ഒരാളെക്കാൾ മെച്ചമാണ്. കാരണം അവർക്കൊരുമിച്ച് കൂടുതൽ ഫലപ്രദമായി എന്ത് ചെയ്യാൻ കഴിയും? ഓപ്ഷൻ എ പരിശ്രമിക്കാൻ, ഓപ്ഷൻ ബി അധ്വാനിക്കാൻ,
ഓപ്ഷൻ സി കഠിനാധ്വാനം ചെയ്യാൻ, ഓപ്ഷൻ ഡി ജോലി ചെയ്യാൻ. ഉത്തരം ഓപ്ഷൻ ബി അധ്വാനിക്കാൻ. അവരിൽ ഒരുവൻ വീണാൽ ആർക്ക് താങ്ങാൻ കഴിയും? ഓപ്ഷൻ ബി മറ്റവന്, ഓപ്ഷൻ ഡി രണ്ടാമത്തവന്, ഓപ്ഷൻ സി അപരന്, ഓപ്ഷൻ ഡി മൂന്നാമതൊരുവന്. ഉത്തരം ഓപ്ഷൻ സി അപരന്. ആന വീണാൽ താങ്ങാൻ ആരുമില്ല. ഓപ്ഷൻ എ ഒരുവൻ, ഓപ്ഷൻ ബി ഒറ്റയ്ക്കായിരിക്കുന്നവൻ, ഓപ്ഷൻ സി കൂട്ടിന് ആരുമില്ലാത്തവൻ, ഓപ്ഷൻ ഡി അനാഥൻ. ഉത്തരം ഓപ്ഷൻ ബി ഒറ്റയ്ക്കായിരിക്കുന്നവൻ. അവൻ്റെ കാര്യം കഷ്ടമാണ്, ആരുടെ കാര്യം? ഓപ്ഷൻ എ ഒരുവൻ്റെ, ഓപ്ഷൻ ബി ഒറ്റയ്ക്കായിരിക്കുന്നവൻ്റെ, ഓപ്ഷൻ സി കൂട്ടിന് ആരുമില്ലാത്തവൻ്റെ, ഓപ്ഷൻ ഡി അനാഥൻ്റെ. ഉത്തരം ഓപ്ഷൻ ബി ഒറ്റയ്ക്കായിരിക്കുന്നവൻ്റെ. ആരൊരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും? ഓപ്ഷൻ എ കുറേ പേർ, ഓപ്ഷൻ ബി 2 പേർ, ഓപ്ഷൻ സി 5-6 ആളുകൾ, ഓപ്ഷൻ ഡി കുറച്ചു പേർ. ഉത്തരം ഓപ്ഷൻ ബി 2 പേർ. ആരെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം? ഓപ്ഷൻ എ ഒരുവനെ, ഓപ്ഷൻ ബി ഒറ്റയ്ക്കായിരിക്കുന്നവനെ, ഓപ്ഷൻ സി കൂട്ടിന് ആരുമില്ലാത്തവനെ, ഓപ്ഷൻ ഡി അനാഥനെ. ഉത്തരം ഓപ്ഷൻ ബി ഒറ്റയ്ക്കായിരിക്കുന്നവനെ. എത്ര പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും? ഓപ്ഷൻ എ 2 പേർ, ഓപ്ഷൻ ബി 3 പേർ, ഓപ്ഷൻ സി കുറച്ചു പേർ, ഓപ്ഷൻ ഡി കുറേ പേർ. ഉത്തരം ഓപ്ഷൻ എ 2 പേർ. ഏത് ചരട് പൊട്ടുകയില്ല? ഓപ്ഷൻ എ ഒറ്റക്കയർ, ഓപ്ഷൻ ബി മുപ്പിരി ചരട്, ഓപ്ഷൻ സി ഇരുമുടി ചരട്, ഓപ്ഷൻ ഡി ബലമുള്ള ചരട്. ഉത്തരം ഓപ്ഷൻ ബി മുപ്പിരി ചരട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മുപ്പിരി ചരട്. നിർധനനെങ്കിലും ആരാണ് ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനായ രാജാവിനേക്കാളും ഭേദം? ഓപ്ഷൻ എ വിവേകമുള്ള ബാലൻ, ഓപ്ഷൻ ബി ബുദ്ധിയുള്ള ബാലൻ, ഓപ്ഷൻ സി ബുദ്ധിയുള്ള യുവാവ്, ഓപ്ഷൻ ഡി വിവേകമുള്ള യുവാവ്. ഉത്തരം ഓപ്ഷൻ സി ബുദ്ധിയുള്ള യുവാവ്. എന്ത് നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനെ കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻ എ സമ്പത്ത്, ഓപ്ഷൻ ബി പണം, ഓപ്ഷൻ സി ഉപദേശം, ഓപ്ഷൻ ഡി ധനം. ഉത്തരം ഓപ്ഷൻ സി ഉപദേശം. ഒരുവനെ കാരാഗൃഹത്തിൽ നിന്ന് എവിടെ എത്താൻ കഴിഞ്ഞേക്കാം? ഓപ്ഷൻ എ കൊട്ടാരത്തിലെത്താൻ, ഓപ്ഷൻ ബി മണിമന്ദിരത്തിലെത്താൻ, ഓപ്ഷൻ സി രാജസിംഹാസനത്തിലെത്താൻ, ഓപ്ഷൻ ഡി സിംഹാസനത്തിലെത്താൻ. ഉത്തരം ഓപ്ഷൻ ഡി സിംഹാസനത്തിലെത്താൻ. അവൻ താനിപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത് ആരായി ജനിച്ചതാവാം? ഓപ്ഷൻ എ അടിമയായി, ഓപ്ഷൻ ബി അനാഥനായി, ഓപ്ഷൻ സി ദരിദ്രനായി, ഓപ്ഷൻ ഡി ഒന്നുമില്ലാത്തവനായി. ഉത്തരം ഓപ്ഷൻ സി ദരിദ്രനായി. അവൻ്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ആരെ ഞാൻ കണ്ടു? ഓപ്ഷൻ എ യുവാവിനെയും, ഓപ്ഷൻ ബി ബാലനെയും, ഓപ്ഷൻ സി ദരിദ്രനെയും, ഓപ്ഷൻ ഡി ഒന്നുമില്ലാത്തവനെയും. ഉത്തരം ഓപ്ഷൻ എ യുവാവിനെയും. സൂര്യന് കീഴിലുള്ള എല്ലാ എന്തിനേയും ഞാൻ കണ്ടു? ഓപ്ഷൻ എ ജീവജാലങ്ങളെയും, ഓപ്ഷൻ ബി മനുഷ്യരെയും, ഓപ്ഷൻ സി മൃഗങ്ങളെയും, ഓപ്ഷൻ ഡി ജീവികളെയും. ഉത്തരം ഓപ്ഷൻ ഡി ജീവികളെയും. അവൻ്റെ എന്തിന് എണ്ണമില്ല? ഓപ്ഷൻ എ ജനങ്ങൾക്ക്, ഓപ്ഷൻ ബി പ്രജകൾക്ക്, ഓപ്ഷൻ സി പരിചാരകർക്ക്, ഓപ്ഷൻ ഡി വേലക്കാർക്ക്. ഉത്തരം ഓപ്ഷൻ ബി പ്രജകൾക്ക്. അവൻ്റെ പ്രജകൾക്ക് എണ്ണമില്ല, അവൻ എല്ലാവർക്കും ആരായിരുന്നു? ഓപ്ഷൻ എ രാജാവ്, ഓപ്ഷൻ ബി അധിപൻ, ഓപ്ഷൻ സി തലവൻ, ഓപ്ഷൻ ഡി നേതാവ്. ഉത്തരം ഓപ്ഷൻ ബി അധിപൻ. എങ്കിലും പിന്നീട് വരുന്നവർക്ക് അവനിൽ എന്ത് തോന്നുകയില്ല? ഓപ്ഷൻ എ ഇഷ്ടം, ഓപ്ഷൻ ബി പ്രീതി, ഓപ്ഷൻ സി സ്നേഹം, ഓപ്ഷൻ ഡി ബഹുമാനം. ഉത്തരം ഓപ്ഷൻ ബി പ്രീതി. ഇതും മിഥ്യയും എന്തുമാണ്? ഓപ്ഷൻ എ പാഴ്വേല, ഓപ്ഷൻ ബി വ്യർത്ഥം, ഓപ്ഷൻ സി ശൂന്യം, ഓപ്ഷൻ ഡി നിരർത്ഥകം. ഉത്തരം ഓപ്ഷൻ എ പാഴ്വേല. സഭാപ്രസംഗകൻ 4:9 തുല്യമായ പുതിയ നിയമഭാഗം ഏത്? ഓപ്ഷൻ എ ലൂക്ക 10:1, ഓപ്ഷൻ ബി മത്തായി 1:10, ഓപ്ഷൻ സി മാർക്കോസ് 10:1, ഓപ്ഷൻ ഡി ലൂക്ക 1:10. ഉത്തരം ഓപ്ഷൻ എ ലൂക്ക 10:1. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻസായി അറിയിക്കുകയും വേണം. ഈശോ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.